എന്താ ഇത്ര വലിയ ആലോചന? ആരെ പറ്റിയാ? എന്താ? ഇവിടെ എത്ര വയില്ല? 30-32 കാണും. ഗോപി ഡ്രൈവിംഗ് പഠിക്കണം. അടുത്ത വർഷം ഒത്താൻ എനിക്കൊരു ഫിയറ്റ് കിട്ടും. അത് ഞാൻ നിങ്ങൾക്ക് തരും. പുതിയ മരുമകനോട് എന്തൊരു വാത്സല്യം! ഡ്രൈവിംഗ് അറിയാവുന്ന ഈ ഉള്ളവൻ നടന്ന് നടന്ന് ചെരുപ്പ് തേയുന്നു. ഞാൻ എന്തിനാണ് ഇയാൾക്ക് കാറ് വാങ്ങിത്തരുന്നത്? ഇയാളുടെ തന്ത വിചാരിച്ചാൽ ഇയാൾക്കൊരു ബസ് വാങ്ങിത്തരാമല്ലോ. അറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്തിനാ ഇതെല്ലാം വാരിക്കൂട്ടുന്നത്? എവിടെയാ ഇതെല്ലാം വച്ചിരിക്കുന്നത്? ബാത്റൂമിലാണെന്നാ അമ്മ പറയുന്നത്. ഒരു ദിവസം ഞാനൊരു വാരു. നിങ്ങളെ കൊണ്ടവനെ കൊള്ളും. അവനൊക്കെ കുറച്ച് മിടുക്ക് വേണം. മിടുക്ക് നമ്മളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പോരെ? നിനക്ക് പണ്ട് മിടുക്ക് കുറെ കൂടുതലാ. ആ പെണ്ണെവിടെ? പോകണ്ടായോ അവക്ക്? പുളി കഴിഞ്ഞില്ലെന്നാ തോന്നുന്നേ. പോകാൻ തീരെ മനസ്സില്ല. അത് കൊള്ളാം. സുമിത്രേ, അല്ല, ഈ സിഗരറ്റ് കുറച്ച് വലിച്ചാ പോരെ? ഈ സിഗരറ്റും ചുവയും ഒക്കെ എന്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗങ്ങളാണ്. ഈ പത്രം നിന്റെ ഭർത്താവിന്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗമല്ലേ? അല്ലടോ, തന്റെ ഒരു വായന. നീ എന്താ പോകുന്നില്ലേ? 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാ പോരേച്ചാ? പോരാ, ഇന്ന് തന്നെ പോകണം. അവന്റെ അമ്മ അവിടെ എല്ലാം ഒരുക്കി വെച്ച് കാത്തിരിക്കുക, മരുമോള് വരുന്നത് കാത്ത്. അവിടെ ഒരു സൗകര്യം ഇല്ല. കക്കൂസി പോണേ 1 മൈൽ നടക്കണം. എനിക്ക് വയ്യ. അധികം കൊഞ്ചരുത് കേട്ടോ. പോയി ഡ്രസ് ചെയ്യ്. ഗോപി ജോലി സ്ഥലത്തെത്തുമ്പോ ഞാൻ കല്യാണി അയക്കാം. സുമിത്രയ്ക്കൊരു സഹായമാകും. ഷീ ഈസ് എ വണ്ടർഫുൾ കുക്ക്. എന്താ പൊക്കിയുടെ കല്യാണിക്ക്? പിന്നെന്താ, എവിടെയായാലും എനിക്കൊരുപോലെയാ. ഗോപി, അവൾക്ക് ലോകപരിചയം കുറവാണ്. എനക്കൊന്നും തോന്നരുത്. വീടെടുത്തു. കാറ്റുണ്ടപ്പോ ഒരു സുഖം. അല്ല, നിങ്ങൾ രണ്ടുപേരും വേറെ വഴിക്ക് പോയെന്നല്ലേ വിചാരിച്ചു. ഞങ്ങൾ കാത്തിരുന്ന് നടു കുഴഞ്ഞു. ഇറങ്ങാൻ ആവശ്യം വരുമ്പോ നന്നായി. കല്യാണമൊക്കെ ഗംഭീരമായിരുന്നു കേട്ടു. കാലത്ത് എന്ത് കഴിച്ചു? കാപ്പി കഴിച്ചിട്ടാ വന്നത്. ദേപ്പെട്ടി ഇങ്ങോട്ട് വെച്ചോളൂ.
എവിടെയെങ്കിലും പോകണമെങ്കിൽ പോയിട്ട് ചെന്നാവുന്ന അച്ഛൻ പറഞ്ഞത്. ഈ നാട്ടിൻപുറത്ത് എന്തിനാ കാറ്? വർഗീസ് തിരിച്ചു പോയിക്കോളൂ. ശരി, ഊണ് വെച്ചിട്ട് പോകാവേ. സുമിത്ര എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ആ സാരിയൊക്കെ ഒന്ന് മാറും. വേണമെങ്കിൽ ഒന്ന് കുളിച്ചോ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. എനിക്കൊന്നുമില്ല. ഞാനൊന്ന് കുളിക്കാൻ പോ. നമ്മൾ എന്നാ ഹണിമൂണിന് പോകുന്നേ? ഓഹോ, ഹണിമൂണിന് പോകാത്തതുകൊണ്ടാണോ നിനക്കൊരു വല്ലായ്മ പോലെ? എനിക്ക് 3 ദിവസത്തെ ലീവേ ഉള്ളൂ. ജോലി സ്ഥലത്ത് ചെന്നിട്ട് ഒരാഴ്ച നമുക്ക് എവിടെയെങ്കിലും പോകാം. ഇവിടെ വന്നിട്ട് ഒരു സുഖവും തോന്നുന്നില്ല, ശ്വാസം മുട്ടുന്നത് പോലെ. നോക്ക്, എനിക്കറിയാം നിന്റെ മനസ്സിലെന്താണ്. ഒന്ന് കുളിച്ച് ഒന്ന് ഉറങ്ങിയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാം. എനിക്ക് വയ്യ, എനിക്ക് കയറാൻ. എങ്ങോട്ടായി പോകുന്നേ? ഇനി കുറച്ചേ ഉള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് കയറി ഇറങ്ങിയാൽ മതി. അതെ അതെ, ഈ കല്ലും മുള്ളും ചവിട്ടി അവിടെ ചെന്ന് എന്ത് കാണാനാ? കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പലതും കാണാം. നീ വാ, ഞാൻ വീട്ടിലുള്ളപ്പോൾ എന്നും ഇവിടെ വന്നിരിക്കും. ആ, എന്താ ഗോപാല, കല്യാണമൊക്കെ ആയി എന്ന് കേട്ടു. ഇതാണ് ഭാര്യ. കണ്ടില്ലേ, ഇവിടെ വരെ കയറിയപ്പോഴത്തേക്കും അണയ്ക്കുന്നു. ടൗണിലുള്ളവരല്ലേ, മലയൊന്നും കയറി പരിചയം കാണില്ല. പിന്നെ നേരെ സന്ധ്യയാകാറായി, അധികം ദൂരമൊന്നും പോണ്ട. ഇവിടെ വന്നിരിക്കും. വീട്ടിൽ വന്നിട്ട് നീ എന്താ ആരോടൊന്നും മിണ്ടാത്ത? ഇഷ്ടപ്പെടാൻ കഴിയാത്തത് പലതും കണ്ടേക്കും. അതുകൊണ്ട് അനിഷ്ടമൊന്നും പ്രകടിപ്പിക്കരുത്. കുറച്ചൊക്കെ അഭിനയിക്കാനും പഠിക്കണം. അമ്മയ്ക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. നീ ജനിച്ചപ്പോൾ മുതൽ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നാണ് അവർ. ഗോപി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊക്കെ എനിക്കും അറിഞ്ഞുകൂടെ? ഓർമ്മ വെച്ച നാൾ മുതൽ ഞാനും ഈ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നതാ. ഗോപി അത് ഓർത്തില്ല. ഞാനൊരു ദുർബലൻ. സ്നേഹം നിരസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. വേണ്ട, അതൊന്നും ഇപ്പൊ പറയണ്ട. എനിക്ക് കേൾക്കുകയും വേണ്ട. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. എന്റെ കൈപിടിച്ച് നോക്ക്. യു ക്യാൻ ഫീൽ ഇറ്റ്. ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോയേനെ. 1 hour കഴിഞ്ഞ് കാണും കോളേജില്.
ഒന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ നവവധു. കൂടുതലൊന്നും സംസാരിക്കണ്ട. നീട്ടിപ്പിടിച്ച എഴുത്തും ഇൻവിറ്റേഷൻ വെച്ചിട്ട് നീ ഒന്ന് വന്നത് കൂടില്ലല്ലോ. എനിക്ക് മനസ്സില്ലായിരുന്നു. എക്സാമിനേഷൻ ആയിരുന്നടി സുമിത്രേ. അവധി കിട്ടാൻ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. അതല്ലേ ഞാൻ പറഞ്ഞില്ലേ, റോസി ചെറിയാൻ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഞങ്ങൾ ഒരേ റൂമിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ ഒരു കോളേജ് പഠിപ്പിക്കുക. കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് നല്ല പരിചയമാ. ഇവളെന്നെ കുറെ ബോർ അടിച്ചതാ. വാ വാ വാ, അകത്ത് വാടി, ഒന്ന് വീടൊക്കെ കാണും. വാ വാ വാ. ആ സുമി, ഇന്ന് എന്റെ ഫാദർ ഇവിടെ വന്നിരുന്നു. ഒരുപാട് ഫർണിച്ചറും ഒക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. ഭാഗ്യവതി. അച്ഛൻ എന്ത് പറഞ്ഞു? ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. വരുമെന്നൊന്നും പറഞ്ഞില്ല. ആരെയാ? കല്യാണിയമ്മയോ? ഓ, സർവന്റാ. ആ, അവരെ ഇങ്ങോട്ട് അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഒരാഴ്ചക്കകം. ഓ, സോ ബ്യൂട്ടിഫുൾ. നോ സുമി, ഡൈനിങ് ഹാൾ, ഇത് കിച്ചൺ. ബെഡ്റൂം. ഞാൻ വളരെ നിർബന്ധിച്ച് ഡാഡിക്ക് എഴുതിയിട്ടാ വീട് നിങ്ങൾക്ക് തന്നത്. ആർക്കും വീട് വാടകയ്ക്ക് കൊടുക്കരുതെന്നാണ് ഡാഡി പറഞ്ഞിരിക്കുന്നത്. റോസിയുടെ ഫാദറും ബ്രദറും സിംഗപ്പൂരിലാണ്. നോ നോ നോ, മൈ ബ്രദർ ഈസ് ഹിയർ. യു ഡോണ്ട് നോ ദാറ്റ്? അവൻ കഴിഞ്ഞ ഡിസംബറിൽ വന്നു. ഹി ഈസ് അപ്സ്റ്റേഴ്സ്. മോഹൻ, മോഹൻ. മോഹൻ. ഗോപി, മിസസ് ഗോപി. സോറി, ഞാൻ ബാത്റൂമിലായിരുന്നു. ആ, നീ ഇവിടെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ സഹായിക്കുക. ഞാൻ പോവുക. ഐ ആം വെരി ലേറ്റ്. മോഹൻ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒരു ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ട്. എന്ത് ബിസിനസ്? ചെറിയ കോൺട്രാക്റ്റും പറ്റും. ഓഫ് കോഴ്സ് ഓൺ എ സ്മോൾ സ്കെയിൽ. വാ, പെട്ടി എടുത്തു വയ്ക്കാം. ആ, ഞാൻ പോകുന്നു. 4 മണിക്ക് വരാം. നിന്നെ ഞാനിന്ന് ഉറക്കത്തില്ല. നോക്കിക്കോ, എനിക്ക് ഒരുപാട് പറയാനുണ്ട്. പോട്ടെടി. ആ, എനിക്കിതെല്ലാം ഇറങ്ങാമല്ലോ. എന്നെ സെന്റ് ജോസഫ് കോളേജിന്റെ അവിടെ നിന്ന് വിട്ടേക്കാമോ? ഇവിടെ അടുത്താ. നിനക്ക് ബുദ്ധി പണ്ടേ ലേറ്റാണല്ലോ. ഓടി. ഹലോ. എത്ര നേരമായി ബെല്ലടിക്കുന്നു? മുറിയിലില്ലായിരുന്നോ? ഇവിടെ ഒരു പേഷ്യന്റ് ഉണ്ട്. എന്താ വിശേഷിച്ച്? എത്ര നേരമായി ഇങ്ങനെ തനിയായിരുന്നു ബോറടിക്കുന്നത്? എപ്പോഴാ വരുന്നത്? എന്നും വരുന്ന സമയത്ത് വരും. ദൈവമേ, ഇനിയും 3 മണിക്കൂർ കഴിഞ്ഞോ? എന്നെ കൊണ്ട് വയ്യ. ഞാൻ പോവാ എവിടെയെങ്കിലും. അത് കൊള്ളാം. എവിടെയാ പോകുന്നത്? എവിടെയെങ്കിലും പോവും. നോക്കിക്കോ. എത്ര നേരമായി ഇങ്ങനെ അടച്ചുപൂട്ടി വീട്ടിൽ തന്നെ ഇരിക്കുന്നത്? റോസി വന്നില്ലേ കോളേജിൽ നിന്ന്? അവള് വരുമ്പോ 5 മണി കഴിയും. അവൾ അവിടെ ഇവിടെയൊക്കെ സൊള്ളി നടക്കും. സമയം കളയാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം. അവിടെ മെഡിക്കൽ എൻസൈക്ലോപ്പീഡിയ ഇരിപ്പുണ്ട്. അതിന്റെ 6th വോളിയം എടുത്ത് മദർ ആൻഡ് ചൈൽഡ് കെയർ വായിച്ചോണ്ടിരിക്കും. ഞാൻ 7 മണിക്ക് വരാം. ഓക്കെ? പേഷ്യന്റ് ഈസ് വെയിറ്റിംഗ്. വെക്കട്ടെ? എനിക്കിപ്പോ മദറും ചൈൽഡും ഒന്നും വായിക്കണ്ട. നമ്മൾ എപ്പോഴാ കോവളത്ത് പോകുന്നത്? പോകാമെന്ന് പറഞ്ഞില്ലേ? ഉടനെ അവധി എടുക്കുന്നത് ശരിയല്ല. കുറച്ച് ദിവസം കഴിയട്ടെ, നമുക്ക് പോവാം. എപ്പോ പറഞ്ഞാലും ഇത് തന്നെ. കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞു. See, you are taking a lot of my time. ഞാൻ വന്നിട്ട് സംസാരിക്കാം. കല്യാണിയമ്മ എപ്പോ വന്നു? 6 മണിന്റെ ബസ്സിന്. സുമിത്ര എവിടെ? മോളത്തെ കുഞ്ഞിന്റെ കൂടെ പുറത്തേക്ക് പോയിരിക്കാം. എപ്പോ? കുറച്ചു നേരമായി പോയിട്ട്. ഉടനെ വരാമെന്ന് പറഞ്ഞു. കുടിക്കാൻ എന്താ വേണ്ടത്? വെള്ളം മതി. സുമിത്ര കുഞ്ഞിന്റെ അച്ഛൻ പറഞ്ഞു സമയം കിട്ടുമ്പോൾ രണ്ടുപേരോട് അങ്ങോട്ട് ചെല്ലാൻ. വീട്
ഭർത്താവ് ഉള്ളതും ഇല്ലാതും ഒരുപോലെയാണ്. അതെന്താ? 8 കൊല്ലമായി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട്. ഇപ്പൊ വേറെ കെട്ടി താമസിക്കുക. ഓഹോ. സുമിത്രയുടെ അച്ഛൻ കല്യാണിയമ്മയ്ക്ക് എന്ത് തരുമായിരുന്നു? അതൊന്നും കുഞ്ഞറിയണ്ട, ഇഷ്ടമുള്ളത് തന്നാ മതി. സുമിത്ര കുഞ്ഞ് വരുന്നുണ്ട്. അയ്യോ, വന്നിട്ട് കുറെ നേരമായോ? ഞാനൊരു പ്രഷർ കുക്കർ വാങ്ങിച്ചു. കല്യാണിയൊക്കെ വന്നു, കണ്ടായിരുന്നോ? ചുമ്മാ വരുന്നു ബോൾ അടിക്കുന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ വിളിച്ചോണ്ട് പോയതാ. അയ്യോ വേണ്ട, ഇനി ഞാൻ പോവാ. ഇനി ഇവിടെ ഇരുന്ന ഇവൾ എന്നെ അടിച്ചു ഓടിക്കത്തില്ലയോ? ഇല്ല, ഇത് കൊണ്ടുപോയി അടുക്കളയിൽ വെക്കും. ആ, ഡോക്ടർ സാറിന്റെ ഭാര്യയുടെ ഒരു രോഗം ഞാനിന്ന് കണ്ടുപിടിച്ചു. ചികിത്സ അല്പം എക്സ്പെൻസീവാ. ആ, കുറെ അകലെ എവിടെങ്കിലും കൊണ്ടുപോകേണ്ടി വരും. കോവളാണെന്ന് തോന്നുന്നു അവളുടെ മനസ്സിലുള്ളത്. അത് ശരി. രോഗം ഞാൻ നേരത്തെ കണ്ടുപിടിച്ചതാ. മറ്റുള്ളവർ കൂടി അറിഞ്ഞ സ്ഥിതിക്ക് ഇനി വെച്ചുകൊണ്ടിരിക്കുന്ന ഡേഞ്ചർ ആണെന്ന് തോന്നുന്നു. ഉടനെ തന്നെ കൊണ്ടുപോയിക്കളെ. എന്താ പോരെ? ഹണിമൂണിന് പോകുന്നില്ലെന്ന് നാട്ടുകാരുടെ കംപ്ലൈന്റും തുടങ്ങിയോ? ഓ, ഞാൻ ആരോടും കംപ്ലൈന്റ് പറഞ്ഞില്ല. ഉടനെ പോകുമെന്ന് വെറുതെ ഞാൻ അവളോട് പറഞ്ഞതാ. പിന്നെ എന്റെ കൂട്ടുകാരികളൊക്കെ കല്യാണം കഴിഞ്ഞ് എവിടേക്കാ പോയതെന്നറിയാമോ? ബെക്കി ബാംഗ്ലൂരില്, സതി ഊട്ടിയില്, പിന്നെ കുസുമ ഇംഗ്ലണ്ടില്. ഇതൊക്കെ ഇന്നലെ രാത്രിയിലും പറഞ്ഞല്ലേ? ഗോപിക്ക് എന്താ ഇത്ര മടി എവിടെയെങ്കിലും പോകാൻ? ഇതൊക്കെ എങ്ങുമില്ലാത്ത കാര്യങ്ങളാണോ? നീ ഒരു മണ്ടിയ. എവിടെ പോയാലും നമ്മൾ ഒരുമിച്ചല്ലേ. നീ വീട്ടിൽ തന്നെ ആയാലെന്താ? എനിക്കെങ്ങും പോണ്ട.